ഹൈസ്കൂൾ വിഭാഗം നാടകത്തിലെ മോളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ കലോത്സവം കാണാൻ വന്നത്. മോളുടെ പെർഫോമൻസ് കഴിഞ്ഞു, നന്നായിട്ട് ചെയ്തു. കാർമലിലെ കുട്ടികളെ അവര് ദക്ഷ ഒഴിച്ച് ബാക്കി എല്ലാവരും നാടകത്തിൽ കഴിഞ്ഞ വർഷം അഭിനയിച്ചവരാണ്. ദക്ഷ പുതിയതാണ്, പക്ഷെ എല്ലാരും ഒരു രക്ഷയില്ലാതെയാണ്. പച്ചവെള്ളം പോലെയായിരുന്നു ഡയലോഗുകളൊക്കെ. മോനെ കണ്ട് പഠിക്കുക ആര് കേട്ടുവാ കേക്കണ വൈദ്യര് മോനിക്ക് സ്കൂളിൽ പോണോന്ന് പറയുമ്പോഴേ ഒരു ജ്വര. ഇന്നലെ രാവിലെ പുരന്നിറങ്ങും മുമ്പ് ഓന് സ്കൂളിലേക്ക് ഇറങ്ങിയിരിക്കോ. ഞാൻ പഴയ നാടകക്കാരനാണ്. ഞാൻ തിയേറ്റർ പെർഫോമർ ആയിരുന്നു പണ്ട്. അപ്പോ ഇവൾക്ക് ഇതിനൊന്നും താല്പര്യമേ ഇല്ലായിരുന്നു. ജിംനാസ്റ്റിക്സ് ആയിരുന്നു അവളുടെ ഒരു മേഖല എന്ന് പറയുന്നത്. നാഷണൽ പ്ലെയർ ആണ്. അപ്പോൾ ജിംനാസ്റ്റിക്സ് മാത്രമായിരുന്നു അവള് ആകെ ഉപാസിച്ചിരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വീണ മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാടകത്തിൽ ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചേരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ദിവ്യ പറഞ്ഞു വേണ്ട, ജിംനാസ്റ്റിക്സും പഠിത്തവും 10ാം ക്ലാസ്സിലാണ്, എല്ലാം കൂടി ക്ലാഷ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു എത്രയാണോ ദക്ഷ മാർക്ക് വാങ്ങിക്കുന്നത് അതിൽ ഒരു മാർക്ക് പോലും നാടകത്തിന് പോയി എന്ന് പറഞ്ഞ് കുറയില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്യാരണ്ടിയിലാണ് ദക്ഷ നാടകത്തിൽ പങ്കെടുത്തത്. നല്ലതായിരുന്നു, ഉഗ്രനായിരുന്നു. ശരിക്കും ഇവരുടെ പെർഫോമൻസ് കണ്ട് കണ്ണ് നിറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ശരിക്കും ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അത് സ്കൂളിൽ കളിച്ചപ്പോഴും പിന്നെ ഉപജില്ല കളിച്ചപ്പോഴും ജില്ല കളിച്ചപ്പോഴും ഇപ്പൊ സ്റ്റേറ്റ് കളിച്ചപ്പോഴും എല്ലാവരും കൂടെ നാടകം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കരഞ്ഞോണ്ടാ ഇറങ്ങുന്നത്. ഇതെന്താ സംഭവം എന്ന് ദിവ്യക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് ഏറ്റവും നന്നായിട്ട് മോളുടെ കൂടെ അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ഇത് ക്ലാ ക്ലീ ക്ലൂ എന്നാണ് നാടകത്തിന്റെ പേര്. ഈ പാഠപുസ്തകത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ശരിക്കും. സുരേഷ് എന്തിനാണ് തിരിഞ്ഞു, പഴയ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു പാഠം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലാ ക്ലാ ക്ലേ ക്ലേ ക്ലൂ ക്ലൂ സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാഠപുസ്തകമുണ്ട്. ആ പാഠപുസ്തകം ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് ഈ ആ പാഠപുസ്തകത്തിലുള്ള അന്നത്തെ കേരള പാഠാവലി മലയാളത്തിലുണ്ടായിരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സുരേഷ് എന്തിന് തിരിഞ്ഞു നോക്കുന്നു, സുരേഷ് ഒടുവിൽ തിരിഞ്ഞു നോക്കുന്ന പ്രകൃതിയിലേക്കാണെന്ന ഒരു പാഠമാണ് ഈ നാടകം നമ്മളെ പഠിപ്പിക്കുന്നത്.